അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ എടുക്കാൻ പാടില്ല. ഞങ്ങൾ എടുക്കുന്നല്ലേ പറഞ്ഞാൽ നടപടി എടുക്കും, ഉറപ്പായും എടുക്കും. നിങ്ങൾ പറയുന്ന പോലെ അല്ല എടുക്കുക. ഞങ്ങളുടേതായ നിലപാടുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സംഘടനാപരമായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതിലൊന്നും ബേജാറാവണ്ട. ജയിലിൽ നിന്ന് പുറത്തു വന്നാലും പുറത്ത് വന്നില്ലെങ്കിലും ഉള്ളിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പത്രമാധ്യമത്തിൻ്റെ പിന്നിൽ പോയിട്ട് നടപടിയെടുക്കാനൊന്നും CPIM ഇല്ല. അതാ കാര്യം. എന്ത് മാതൃക? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാതൃകയോ? എന്ത് മാതൃക? ജയിലാകുന്നതിന് മുമ്പേ അവൻ്റെ മുമ്പിൽ ഇവരെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കെട്ടിക്കിടന്നിട്ട് അവസാനം കെട്ടിക്കിടന്നതിൻ്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് UDFകാർ അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചത്. നടപടി സ്വീകരിച്ചു എന്ന് വരുത്തിയത്, അല്ലാണ്ട് ഒരു നടപടി സ്വീകരിച്ചില്ല. അതെ, മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. വെറുതെ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. CPIMനെ സംബന്ധിച്ചിടത്തോളം മുഖത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രക്ഷിക്കേണ്ട വേറെ ഒരു കരസേവ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിൻ്റെ അത് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അന്നുമില്ല ഇന്നുമില്ല. പ്രചരിപ്പിച്ചോട്ടെ. അത് ഇതൊന്നും തമ്മിൽ താരതമ്യമില്ല. വെറുതെ വർത്തമാനം പറയാനാണ്. ആര് വിമർശിക്കുന്ന പറയുന്നത്? നിങ്ങൾ കോൺഗ്രസ്സുകാരാണ് വിമർശിക്കുന്നത്. അതിനെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാർ വിമർശിക്കുക, കേരളം മുഴുവൻ വിമർശിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റാരുടെയെങ്കിലും താരതമ്യമുണ്ടോ? എൽദോസിൻ്റെ താരതമ്യം പറ്റുമോ? പിന്നെന്താ സമാധാനം? പിന്നെ അതിനെന്താ പിന്നെ വേറെ പറയാതെ? CPIMന്റെ നേതാക്കന്മാരാരുമില്ല. ആരാ? പാർട്ടി മെമ്പർ പോലല്ല. അത് മനസ്സിലായില്ലേ? ഇതുവരെ പാർലമെന്ററി പാർട്ടി അംഗമാകുക എന്ന് പറയുന്നത് എന്നാ? MLA ആണ്. MLA എന്ന് പറഞ്ഞ MLA പാർട്ടി ചിഹ്നത്തിൽ ആരൊക്കെ മത്സരിക്കുന്നത് പാർട്ടിയിൽ തീരുമാനിക്കുക. അങ്ങനെയുള്ളവർ ആർക്കും മത്സരിക്കുക. നടപടി എടുത്തിട്ടില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് പുറത്ത ആൾ തന്നെ ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നവരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്ത് വേണം എന്നുള്ളത് കേസ് വരട്ടെ, തീർന്നിട്ട് പലയില്ല. തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുന്ന ഞങ്ങൾ കേസ് നടത്തി പൂർത്തിയായതിനു ശേഷമേ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കും. എന്താ തീരുമാനിക്കാതെ? അല്ല, നിങ്ങൾ എന്താ തീരുമാനിക്കാതെ? അതാ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ആ ചോദ്യത്തിന് മാതൃകയൊന്നും വേണ്ട. ഇവിടെ മാതൃക പലതും മാതൃകയുണ്ട്. എല്ലാറ്റിനും മാതൃകയൊന്നും ഉണ്ടാവില്ല. ചിലതിന് പുതിയ മാതൃക ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ രാഹുൽ മാങ്കൂട്ടൻ ഇതുപോലെ ലോകത്ത് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിരവധിയായ, ഒന്നും രണ്ടുമൊന്നുമല്ല, നിരവധിയായ ആൾ, 18 ആളാണ് പറയുന്നത്, 3 ആളിപ്പോൾ വന്നിട്ടുണ്ട്. നിരവധിയായ ആളുകൾ അവരെ ഗർഭിണിയാക്കുക, അതുപോലെ അബോർഷൻ ചെയ്യാൻ നിർബന്ധിക്കുക, അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക, ലോകം മുഴുവൻ അറിയുക. കോൺഗ്രസ്സുകാരൻ്റെ അതിശക്തിയായിട്ട് ഇതിൽ എതിർക്കുക, അതിന് സൈബർ സെല്ല് കൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക. ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ മറ്റേ നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ആർഗ്യുമെൻ്റ് തന്നെയാണ്. ഒരാളെ നിങ്ങളുടെ ആർഗ്യുമെൻ്റാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ ഒളിവിൽ താമസിപ്പിക്കുന്നത് കോൺഗ്രസ് അല്ലേ? ഇപ്പോഴും അതെ. ഈ ഒളിവിലായി. അല്ല, പിടിക്കാൻ രാജ്യത്ത് പിടിക്കാൻ കിട്ടിയാലേ പിടിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഇവിടെ വരുമെന്ന് പറഞ്ഞു, അവിടെ കാസർഗോഡ്. അവിടെ പോയി നോക്കിയിട്ട് ആളെ കിട്ടിയും. കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുകയാണ്. അതാ കാര്യം. സുള്ളിയിൽ പോകുമ്പോഴേക്ക് സുള്ളിയിൽ നിന്ന് മാറും. അങ്ങനെ കർണാടകത്തിൽ പോയി തമിഴ്നാട് പോയി എല്ലാ സ്ഥലത്തും പോയി പിടിക്കും. എനിക്കതിന് യാതൊരു സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒളിപ്പിച്ചാലും പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അല്ല, SITനെ ചോർന്നു പോകുന്നുണ്ടോ എന്നൊന്നും എന്നോട് ചോദിച്ചിട്ട് അവരോട് പറയും ഞാൻ SITന്റെ വെക്കാറാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. പിടിക്കുന്നേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശുഭപ്രതീക്ഷയുള്ളവരാകും. എപ്പോൾ നിഷേധാത്മകമായ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. പിടിക്കും. 9 ദിവസം ഒരു ചെറിയ ദിവസമല്ലേ? ഇനി എത്ര ദിവസം കിടക്കുന്നു? പിടിച്ചോളൂ. ഇതുവരെ പിടിച്ചില്ല. എത്ര കൊല്ലായി പിടിച്ചിട്ട്? 1985 ഏപ്രിൽ 1-ാം തീയതി. എന്നിട്ട് എത്ര കൊല്ലായി? പിടിച്ചോ? ഏതെങ്കിലും ഒരാളെ പിടിച്ചോ? ഒരാളെ പിടിക്കുകയോ ഒരാളെ പിടിച്ചതിന് ശേഷം ഇന്നെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു, ഞങ്ങൾ സ്വർണം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോ UDF? എവിടെ?
പുനരന്വേഷണം നടത്തിയല്ലോ. അതിലെ ഞാൻ നേരത്തെ പറഞ്ഞു കമ്മീഷൻ കിട്ടിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിക്കുക എല്ലാവരും കൂടി. എന്നോടായിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് UDF-ന്റെ കാലത്താണെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ സ്വർണ്ണക്കൊള്ള നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാ. ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടി പറഞ്ഞു ഇന്നേരം പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അവർ മറുപടി പറയുകയോ ചെയ്യാം. അതെനിക്ക് എൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ എന്തോ ഒരു കൊള്ള ഇപ്പം നടന്നിട്ടുണ്ട്, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട സംഭവം, കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു തരി സ്വർണം തിരിച്ചു കിട്ടാത്ത രീതിയിൽ അമൂല്യം എന്ന് നിങ്ങൾ പറയുന്ന എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ വേറെ വിലയൊന്നുമില്ല, വില കൽപ്പിക്കാൻ പറ്റുന്നതല്ല. അത്ര അമൂല്യമായ തിരുവാഭരണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കാ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുക? UDF-ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ? അതാ ചോദിച്ചത്. ഇല്ല അത് ഇതും നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഇത് പറ, ഞാൻ ഉറപ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു, അത് സ്വർണം മുഴുവൻ തിരിച്ചു പിടിക്കും. അല്ല അത് സൂചിപ്പിക്കണം, ഒന്ന് ഓർമ്മിപ്പിക്കണം. ഭൂമിയെ നമ്മൾ പറയുമ്പോൾ ഒരു ഭൂതകാലം പറയണ്ടേ, അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത്ര കണ്ടാൽ മതി കേട്ടാ. ശരി. ആരെ കോൺഗ്രസ് എന്തിനാണ് നടപടി എടുത്തില്ല? അല്ല കോൺഗ്രസ് നടപടി എടുത്ത് നിങ്ങൾ ഈ നടപടി എന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് പുറത്താക്കി? അതിന് വേറെ വഴിയില്ലല്ലോ. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ ഗത്യം തരില്ലാത്ത രീതിയിൽ നിലപാട് സ്വീകരിച്ച് ആരും അവരുടെ കുഴപ്പമാണ്. കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെയുള്ള കുഴപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതല്ലേ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, എടാ ഈ അധികം പറഞ്ഞാൽ ഞാൻ മുഴുവൻ പറയും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, രാജ്മോഹൻ ഉണ്ണിത്താനല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ എത്ര